ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ചറൈസ്ഡ് മയോണൈസ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മയോണൈസ് ആണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പാസ്ചറൈസ്ഡ് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ള എടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെള്ളം മാത്രമാണെങ്കിൽ 2 മുട്ടയുടെ വെള്ളം എടുത്തിരുന്നാൽ മതി. പക്ഷേ മുട്ടയുടെ മഞ്ഞ എടുത്തെന്ന് വെച്ച് ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. സാധാരണ വിനീഗറാണ്, നോർമൽ സിന്തറ്റിക് വിനീഗറാണ്. ഇപ്പം ചെറുനാരങ്ങ നീര് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. മഞ്ഞ എടുക്കുകയാണെങ്കിൽ വിനീഗർ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനതൊരു പാനിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് തീ നന്നായിട്ട് അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബൗള് ഇതിൻ്റെ മുകളിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കാതിരിക്കരുത് കേട്ടോ, അപ്പോൾ മുട്ട വെന്ത് പോകും. അങ്ങനെ വെന്ത് പോകരുത്, നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ വിരൽ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് മതി. കറക്റ്റ് 1 മിനിറ്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത്. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബൗള് വെള്ളത്തിൽ മുട്ടാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മുകളിലിരുന്ന് ആ ആവിയിൽ വേണം ചൂടായിട്ട് വരാനായിട്ട്. ഇനി നമുക്കിതങ്ങ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ ഒരു വെളുത്തുള്ളി മുഴുവനും ഇടുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം മതി. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കിട്ടുക. നമുക്ക് കത്തിയുടെ അറ്റം വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് മുട്ട. അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന മിക്സിയുടെ ജാറില്ലേ, അതെടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്കൊരു 3 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്, 2 നുള്ള് പഞ്ചസാര. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ പറയുന്നത്. അപ്പോൾ 2 നുള്ളെന്ന് പറയുമ്പം ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും, അതായത് 1/8 ടീസ്പൂൺ. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അളവ് എടുത്തിരുന്നാൽ മതി. അതേപോലെ നമുക്ക് 1 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലോ സ്പീഡിൽ 10 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. മുട്ടയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, അതുകൊണ്ട് നമുക്ക് മുഴുവൻ ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം. പക്ഷേ കുറച്ച് ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ പ്രസ് ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ ഒന്ന് ഓണാക്കുക, ഓഫാക്കുക, ഓണാക്കുക, ഓഫാക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. വേണ്ടത് ഇപ്പം അധികം അങ്ങോട്ട് തിക്കായിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ. അപ്പോൾ നമ്മൾ മൊത്തം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അത് നമുക്ക് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ടെക്സ്ചർ മാറി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആ മയോണൈസിൻ്റെ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാൻ പോകുന്നത്. ബട്ടറാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അൺസോൾട്ടഡ് ആണ് ചേർക്കുന്നത്. അതോടെ ചേർത്തിട്ട് ജസ്റ്റ് 1-2 പ്രസ്. സാധാരണ ആരും ബട്ടർ ചേർക്കാറില്ല. ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ബട്ടറും കൂടെ ചേർക്കുമ്പോൾ. ടെക്സ്ചറൊക്കെ നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ചേർത്തത് പെപ്പർ പൗഡർ സാധാരണ ബ്ലാക്ക് ആണ്. വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ കളർ ഉണ്ടാവില്ല, കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയായിരിക്കും. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ മയോണൈസ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്ചറൈസ്ഡ് അല്ലാത്ത മയോണൈസ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമൊക്കെ വന്നല്ലോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മയോണൈസ്. അപ്പോൾ അത് നമുക്ക് നല്ല ചൂടാക്കി അതിനെ അണുവിമുക്തമാക്കിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ പാസ്ചറൈസ്ഡ് മയോണൈസ് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസ്. ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിലും വെറുതെ ബ്രെഡിൽ തേച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡിൽ തേച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മയോണൈസിനെ കഴിഞ്ഞും ടേസ്റ്റ് ആയിട്ട് ആ ബട്ടർ ചേർത്തുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പുറത്ത് വെക്കരുത്. ഇപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ അധിക ദിവസമൊന്നും വെക്കരുത്, 1-2 ദിവസമൊക്കെ വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.